സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കുന്നു. പോലീസ് പൊതുജന സൗഹൃദം വഴി മികച്ച പോലീസിംഗ് നടപ്പിൽ വരുത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിഷയത്തിൽ പ്രതികരിക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവി DGP ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. DGP, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ലോക്നാഥ് ബെഹ്റ, പോലീസ് സ്റ്റേഷനുകൾ എല്ലായിടത്തും ജനമൈത്രി സംവിധാനത്തിൽ വ്യാപിപ്പിക്കുന്നു. വളരെ ചുരുക്കി പറയാമോ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? നമ്മുടെ കേരള പോലീസ് ആക്ടിലെ തന്നെ കേരള പോലീസ് കമ്മ്യൂണിറ്റി പോലീസിംഗ്, കേരള പോലീസിലുള്ള കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒരു ലീഗൽ ഒരു സ്ഥാനം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതിലെ ഒരു പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ആവും, മറ്റേ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ആവില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആലോചിച്ചിട്ട് അത് സർക്കാരിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അതിന് പരിശീലനങ്ങൾ കൊടുക്കണം. പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ കൂടുതൽ ഈ കമ്മ്യൂണിറ്റി പോലീസിംഗിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പോലീസുകാർക്ക് ഇപ്പോൾ ട്രെയിനിങ് ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. പക്ഷേ ഒരു 6-8 മാസം അകത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ആ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പോലെ ആവും. DGP, നമുക്കറിയാം സംസ്ഥാന പോലീസിന്റെ ഇന്നത്തെ കഴിവും ഒപ്പം തന്നെ പരിമിതികളും, സേനയുടെ അംഗബലം, സംവിധാനങ്ങൾ ഇതെല്ലാം മുൻനിർത്തി ഇത്തരമൊരു പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ സേനക്കുള്ളിൽ നിന്ന് തന്നെ ചർച്ചകളും ആശയങ്ങളും ഉരുത്തിരിയുക സ്വാഭാവികം. അക്കാര്യത്തിന് എത്രമാത്രം പരിഗണന നൽകിയിട്ടുണ്ട്? അതെ, ഇത് ഒരു ആക്ച്വലി പല പദ്ധതികൾ കൊണ്ടുവരാൻ മുമ്പ് കുറച്ച് സേനയായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതായത് സേനാന്റെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കണക്കാക്കും. ചില സമയത്ത് പോളിസി ഡിസിഷൻ എടുക്കാൻ സമയത്ത് കുറച്ച് സേനാകൾ, കാരണം ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എല്ലാവരുടെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ അതിനുശേഷം എന്താ ബെസ്റ്റ് ആവും ഞങ്ങളിപ്പോൾ പോളിസി മേക്കേഴ്സ്, പിന്നെ ഗവൺമെന്റ് പോലീസിലെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് ഞങ്ങൾ ഒരു 3-4 മാസമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അവസാനമായി താങ്കളോട്, പഴയ കാലത്ത് കൊമ്പൻ മീശ, കൂമ്പൻ തൊപ്പി, ട്രൗസർ, ക്രൗര്യഭാവം ഇതെല്ലാം ചേർന്നതായിരുന്നു പോലീസിന്റെ ഒരു ബോഡി ലാംഗ്വേജ്. ജനമൈത്രി അടക്കം നിലവിൽ വന്നതോടെ പോലീസും പൊതുജനവും കൂടുതൽ സമ്പർക്കമായി, അടുപ്പമായി. ഇത് പോലീസിംഗിന്റെ ഗൗരവത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് പുതിയ കാലത്ത്? അങ്ങനെ കരുതാൻ സാധിക്കുമോ DGP? അതിലേക്ക് ഞങ്ങൾ എല്ലാ സമയത്ത് പറയാനുള്ളത്, പോലീസ് ഒരു ഭയം സൃഷ്ടി ചെയ്യും. അത് നേരത്തെ ബ്രിട്ടീഷ് സമയത്ത് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഈക്വാലിറ്റി ഫോർ ലോ ഇങ്ങനെ ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കണ്ടാലേ ഇങ്ങനെ ഒരു പോലീസ് സേന നമുക്ക് എവിടെയെങ്കിലും വേണ്ട. നമുക്കിപ്പോൾ ഒരു ആളുകളുടെ കൂടെ ജോലി ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. അങ്ങനെ അതുകൊണ്ട് സർവീസ് ഡെലിവറി അതാണ് ഇപ്പോഴത്തെ മെയിൻ വാർഡ്. ഞങ്ങൾ പോലീസ് സർവീസ് ഡെലിവർ ചെയ്യും, അതാണോ അതുകൊണ്ട് എങ്ങനെ ഡെലിവർ ചെയ്യും? ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഡെലിവർ ചെയ്യൂല്ലോ. പിന്നെ ജനങ്ങൾ പിന്നെ ഭയ പിടിച്ചിട്ട് പിന്നെ വീട്ടിലെ പൂട്ടി വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു ഡെലിവറി ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ. So we are actually trying to make our police very people friendly. That doesn't mean ഈ ആന്റി-നാഷണൽസ് ഓർ ടെററിസ്റ്റ് ആൾക്കാർക്ക് ഞങ്ങൾ അങ്ങനെ ആ രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്യും. അവർക്ക് വേറെ രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്യും. പക്ഷെ പൊതുജന സാധാരണ ആൾക്കാർക്ക് നമുക്കൊരു സർവീസ് ഡെലിവറി മെക്കാനിസമിന്റെ ഭാഗമാക്കിയിട്ട് നല്ല സർവീസ് കൊടുക്കും. വളരെയധികം നന്ദി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മലബാർ ന്യൂസിനോട് പ്രതികരണങ്ങൾ അറിയിച്ചതിന്, ജനമൈത്രി പോലീസിംഗിന്റെ വിശദാംശങ്ങൾ അറിയിച്ചതിന്.